1 വീക്കോളമായിട്ടുണ്ടാവും ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നലെ ഡെയിലി വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് ഫുള്ളായിട്ട് എടുക്കാമെന്ന്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ ചിലവ്, ഇന്ന് നൈറ്റിലൊരു ചിലവ് പരിപാടി ഉണ്ട്. ആ മുന്നിൽ പോണ വണ്ടിയാണ് ഇന്നത്തെ മെയിൻ നമ്മുടെ താരം. അപ്പം ഞങ്ങളിതാ രാവിലെ തന്നെ QRS നന്ദിലത്തിൽ അങ്ങനെ കുറേ അല്ലറ ചില്ലറ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വാഷ് മെഷീൻ വാങ്ങാനുണ്ടായിരുന്നു. ഓൾറെഡി വീട്ടിലൊന്നും ഉണ്ടായിരുന്നു, പക്ഷേ അത് കംപ്ലൈൻ്റ് ആയി. ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പം ട്രൈ ചെയ്ത് കിട്ടാൻ കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പെട്ടെന്ന് തീരുമല്ലോ, വേഗം കഴിയുമല്ലോ, 2-3 ഷോപ്പ് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരുടെയും അഭിപ്രായം 3-4 ഷോപ്പിൽ കയറി നോക്കിയിട്ട് നമുക്ക് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നിടത്തു നിന്ന് വാങ്ങിയാൽ മതി എന്നുള്ളത്. അപ്പം രാവിലെ പർച്ചേസ് കഴിഞ്ഞിട്ട് വേഗം ഷാൽക്കാക്ക് ഷോപ്പ് പോകാനുള്ള പ്ലാനിങ്ങിനോട് കൂടിയൊക്കെ ഇറങ്ങിയതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. ഞങ്ങൾ മിക്ക ഷോപ്പിലും കയറി ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മിക്ക ഷോപ്പിലും പോയി നോക്കി അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് തോന്നിയത് നന്ദിലത്തുനിന്നാണ്. പിന്നെ ഞങ്ങൾ അത് അവിടെ നിന്ന് തന്നെ എടുത്തു. ഫസ്റ്റ് അവിടെയാണ് കയറിയത്. ഫസ്റ്റ് QRS പോയി, പിന്നെ നന്ദിലത്ത് പോയി, പിന്നെ മൈജി പോയി, കണ്ണങ്കണ്ടി പോയി, പിട്ടാപ്പള്ളി പോയി, ഡിജിറ്റലിൽ പോയി, അങ്ങനെയൊക്കെ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല മഴയായിരുന്നല്ലോ ഇന്നലെ, അതുകൊണ്ട് തന്നെ അങ്ങനെ അധികമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോൺ അടിച്ചു പോവുക, പിന്നെ ഞാൻ അത് വാങ്ങാൻ വേണ്ടി വേറെ നടക്കേണ്ടി വരും. അതിനെക്കൊണ്ട് സോറി ഗൈസ്, വീഡിയോസ് എടുക്കാൻ നമ്മൾ ഇൻട്രോ പറഞ്ഞിട്ടില്ലല്ലേ. അപ്പം എല്ലാവർക്കും വെൽക്കം ടു അനദർ ഡെയിലി വ്ളോഗ്. ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ അവിടെയും ഇവിടെ കയറി ഇറങ്ങുകയാണല്ലോ, ഇടയ്ക്കൊരു മടുപ്പൊക്കെ തോന്നിയിട്ടുണ്ട്. മതി, ഇനി നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും എല്ലായിടത്തും കയറി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോഴാണ് വിശക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് വെറുതെ ഒന്നും ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഷോപ്പ് കണ്ടത്. അഷ്റഫ് ഖാസ് ബൈക്കിൾ ബിസ്ട്രോ. കുറേ ഫേമസ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതേമാതിരി അവിടെ പോയി നോക്കിയപ്പം നൈറ്റ് 9-8:30 വരെയൊക്കെ ഷോപ്പ് ഉണ്ടാവുകയുള്ളൂ. അതിനെ കൊണ്ട് അവിടെ നിന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. അവിടുന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മളെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതും കഴിച്ചു. പിന്നെ ചായ, ഒരു കോൾഡ് കോഫിയൊക്കെ കുടിച്ചു. നേരെ നമ്മൾ തിരിച്ചെവിടെ എത്തി? നന്ദിലത്തിൽ തന്നെ എത്തി. അവിടെ നിന്നാണ് നമുക്ക് പിന്നെ ഒരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ നിന്ന് തന്നെ സാധനമൊക്കെ ബുക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ വിശപ്പ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വെറുതെ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ നോക്കിയപ്പോഴാണ് നമ്മളിതാ 3K ഫാം ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് ലൈവൊക്കെ ഇട്ട് കുറച്ചൊരു ഹാപ്പി ഡേ ആയിരുന്നു. 3K ആവാൻ വേണ്ടി 2-3 ദിവസമായി കളിക്കുന്നു. എപ്പോഴാണ് അവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കലുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളിതാ 3K ഫാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. കുറേ പേര് ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചില ടൈമിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടം വരും. കാരണം എന്താണ്, വല്ലാണ്ട് റീച്ച് കയറൂല, സബ് കയറൂല, ഒന്നും കയറില്ല. അപ്പം ഞാൻ വിചാരിക്കും കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് തീരെ അങ്ങോട്ടും ഒരു മെനയില്ലല്ലോ എന്നുള്ളത്. എന്നാലും വേണ്ട, പോട്ടെ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ക്ലാസ്സിന് കയറി. കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. 4-4:30 ആയിന് വീട്ടിലെത്തുമ്പോൾ. പിന്നെ കുറച്ച് നേരം ക്ലാസ്സൊക്കെ എടുത്ത് 8 മണി വരെ ക്ലാസ് എടുത്തു. അപ്പോൾ നേരത്തെ ഒരു ജീപ്പ് കാണിച്ചിരുന്നല്ലോ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. രാവിലെ തന്നെ അത് കണ്ടിട്ടാണ് പോയത്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു കുട്ടി ട്രീറ്റ് പരിപാടികളുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ടൗണിൽ പോയി അവിടെ ജസ്റ്റ് ചെറിയൊരു കുട്ടി പർച്ചേസിങ്ങും ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒയാസിസ് പോയിക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലായിരുന്നു. 2-3 ദിവസമായി ഇങ്ങനെ തപ്പി നടക്കുന്നു. പക്ഷേ അവിടെ പോയിടത്തോളം ആ സാധനം കിട്ടിയിട്ടില്ല. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം എത്തും എന്നാണ് പറഞ്ഞത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, റെയിൻകോട്ടാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വേറെ ഒരു സാധനമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോയത് സാത്തറിലാണ്. ചെറിയൊരു മഴ പൊടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു 9:30-10 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ സാത്തറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തത്. അപ്പം അവിടെ എത്തിയപ്പോൾ ഞാൻ ഇതേമാതിരി ലൈവ് ഇട്ടിരുന്നു. അപ്പം കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബീച്ച് ഹോസ്പിറ്റലിലെ, കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്.
കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഓക്കെ ഓക്കെ, ഭയങ്കര ഹൈപ്പ് പറയാനൊന്നുമില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇതാ ഹുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഹുക്കൻ്റെ ആ ഒരു സെക്ഷൻ ആയിരുന്നു. അത് രണ്ടും സെപ്പറേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ആ സെക്ഷൻ ആയിരുന്നു. ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ വേണ്ട ഓർഡർ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ സൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ ക്രീമി സൂപ്പ് ഉണ്ടായിരുന്നു, ഹോട്ട് ആൻഡ് സോർ ഉണ്ടായിരുന്നു, മട്ടൺ സൂപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും 1/2 എന്ന ലെവലിൽ ഇങ്ങനെ എടുത്തു. അപ്പം കുറച്ച് ലൈവൊക്കെ ഇട്ട് അതിൽ വരുന്ന ഓരോ കമൻസൊക്കെ വായിച്ച് നല്ല എൻജോയ് ചെയ്ത് എല്ലാവരും കൂടി ചിരിച്ചും കളിച്ചും ഒരു 3-4 മണിക്കൂർ അവിടെ ഞങ്ങൾ അത്രയും നേരം ചിലവഴിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ടൈം അവിടെ പൂട്ടാനായി, ഓർഡറൊക്കെ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതുവരെ ഞങ്ങൾ അവിടെ കുറേ ചിരിച്ചും കളിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഹുക്ക് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഹുക്ക് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പറയണ്ടല്ലോ, എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരുവിധം ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഓരോ ഫുഡ് ഐറ്റംസ് എന്താണെന്ന് പേര് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല ഇതിൻ്റെ പേരൊന്നും. ചിലതിനൊക്കെ പേരറിയാം. നമ്മളെ നോർമൽ അൽഫാം ഉണ്ടായിരുന്നു, പിന്നെ ഹരിയാലി ടിക്ക ഉണ്ടായിരുന്നു, പിന്നെ അതേമാതിരി എന്തൊക്കെയൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത്ര തന്നെ. ലാസ്റ്റ് ബില്ല് കാണുമ്പോൾ മനസ്സിലാവും എത്ര സാധനം വന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ബില്ലിൻ്റെ എമൗണ്ട് കാണുമ്പോഴും നല്ല സന്തോഷം വരും. പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു ഹാപ്പിനെസ്. ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പൊതുവേ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് പോകുമ്പം ഈ ഒരു എമൗണ്ടൊക്കെ ആവും. അത് നമ്മൾ മിക്ക ടൈമിൽ നമ്മളെല്ലാവരും ഇത് പോയത്തോളം ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. പിന്നെന്താ ഒരു എക്കസക്ക് എന്ന് പറഞ്ഞാൽ വലിയ നമുക്കൊരു ടേസ്റ്റി വാവ് എന്നറിയാനുള്ളൊരു ടേസ്റ്റ് നമുക്ക് അവിടുന്ന് ചില ഐറ്റംസ് എന്ന് തോന്നിയിട്ടുള്ളൂ. അതേമാതിരി സൂപ്പ്, ചിക്കൻ ക്രീമി സൂപ്പ് ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആയിരുന്നു. ക്രീമി എന്ന് പറഞ്ഞാൽ ഒരു തിക്നെസ് കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ലൂസായിരുന്നു. അതേമാതിരി 2-3 ഐറ്റംസ്. അതേമാതിരി സോൾട്ടിൻ്റെ കാര്യം, സോൾട്ട് ഇടാൻ അറിയൂലേ എന്നൊരു ഡൗട്ട്. സോൾട്ട് ഇനി അന്നത്തെ പ്രശ്നമാണോ എന്നറിയില്ല കേട്ടോ, ഓരോ ദിവസം ഓരോ ടൈപ്പല്ലേ. അപ്പം അങ്ങനത്തെ കുറച്ച് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു കിളി പോവുമല്ലോ. പിന്നെ മീനുണ്ടായിരുന്നു. ഹമൂർ ഫസ്റ്റ് ഓർഡർ ചെയ്ത് സംഭവം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ചെമ്പല്ലി ഓർഡർ ചെയ്തു. അതാണ് പിന്നെ ഉണ്ടായിരുന്നത് ഗ്രിൽ ഐറ്റം ആയിട്ട്. പിന്നെ അതേമാതിരി ഫിഷിൻ്റെ ഐറ്റംസ്, ചെമ്മീൻ ഇതേമാതിരി ഈർക്കിൾമേൽ കൂത്തിയതുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതായിരിക്കുമ്പോൾ അടുത്ത നമ്മളെ ഐറ്റം എത്തിയിട്ടുണ്ട്, ഹുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കഥയും പറഞ്ഞ് പിന്നെ ചെറിയ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും. അതുപോലെ തന്നെ ബ്ലാക്ക് ടീ, മിൻറ്റ് ടീ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് കുറേ നേരം ഒരു 1.5 മണിക്കൂർ അതിൻ്റെ മുകളിൽ എല്ലാവരും കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. കുറേ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പൊതുവേ ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മെയിൻ നമുക്ക് ജോബിൻ്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് തീർക്കണ്ടാവും. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒരു സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം കിട്ടുമ്പം അതൊരു അടിപൊളി തന്നെയല്ലേ. പിന്നെ മാംഗോ ഷേക്ക് ഉണ്ടായിരുന്നു, മാംഗോ ജ്യൂസ് പ്യൂരി, ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ബില്ല് കണ്ടല്ലോ, നല്ല രസമില്ലേ കാണാൻ. എന്നാലും ചെറിയവർക്ക് ബില്ല് നോക്കിയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള കൗതുകത്തിൽ നോക്കി. അപ്പം ഇതാണ് നമ്മളെ വണ്ടി, ഇന്നത്തെ മെയിൻ താരമായിട്ടുള്ള ഈ വണ്ടിയാണ് ഇന്നത്തെ ഇത്രയും നമ്മളെ ട്രീറ്റ് ചെയ്തതിൻ്റെ കാരണം. അപ്പം ഇന്നത്തെ ഒരു കുട്ടി ഡെയിലി വ്ളോഗോ ഡേ ഇൻ മൈ ലൈഫോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ബോധമില്ലാതെ ഉറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.